പേവിഷബാധ അല്ലെങ്കിൽ റാബിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ രോഗം മനുഷ്യനെ ഒരു മാരകമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഒരു മൃഗത്തിൻ്റെ കടിയിലൂടെ, പ്രത്യേകിച്ച് ഒരു പേപ്പട്ടിയുടെ കടിയിലൂടെ ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ മരണം ഏകദേശം ഉറപ്പാണ്. ലോകത്ത് വിരലിലെണ്ണാവുന്ന മനുഷ്യർ മാത്രമാണ് ഈ രോഗം ബാധിച്ച ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഈ രോഗത്തെ 100% തടയാൻ കഴിയുന്ന ഒരു വാക്സിൻ നമുക്കുണ്ട്. എങ്കിലും അപൂർവമായ ചില സന്ദർഭങ്ങളിൽ വാക്സിൻ എടുത്തിട്ടും മരണം സംഭവിക്കുന്ന ദാരുണമായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ പേവിഷബാധയുടെ സങ്കീർണതകളെക്കുറിച്ചും അതിൻ്റെ വാക്സിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ട അവബോധം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഈ രോഗം ബാധിച്ചവരുടെ ജീവിതകഥകളെക്കുറിച്ചും വിശദമായി നമുക്ക് സംസാരിക്കാം. സ്വാഗതം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. പേവിഷബാധ അല്ലെങ്കിൽ റാബിസ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വൈറസാണ്. ഈ രോഗം ഉണ്ടാകുന്നത് ലിസ്റ്റ വൈറസ് എന്ന RNA വൈറസ് മൂലമാണ്. ഇത് റാപ്സോ വൈറസ് കുടുംബത്തിൽപ്പെട്ടതാണ്. റാബിസ് എന്ന വാക്കിൻ്റെ ലാറ്റിൻ അർത്ഥം ഭ്രാന്ത് എന്നാണ്. ഈ പേര് വന്നത് ഈ രോഗം ബാധിച്ചവർക്ക് അസാധാരണമായ പെരുമാറ്റവും മാനസിക വിഭ്രാന്തിയും ഭയപ്പെടുത്തുന്ന ലക്ഷണങ്ങളും പ്രകടമാകുന്നതുകൊണ്ടാണ്. ഈ വൈറസ് പ്രധാനമായും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. നായ്ക്കളാണ് ഈ രോഗം പരത്തുന്നവയിൽ മുൻനിരയിൽ. പക്ഷേ പൂച്ചകൾ, കുരങ്ങുകൾ, വവ്വാലുകൾ, മരപ്പട്ടികൾ, അണ്ണാനുകൾ, കുറുക്കന്മാർ, ചെന്നായ്ക്കൾ തുടങ്ങിയ മറ്റ് മൃഗങ്ങൾക്കും ഈ വൈറസിൻ്റെ വാഹകരാവാൻ കഴിയും. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നത് ഓരോ വർഷവും ലോകത്ത് 55,000 മുതൽ 60,000 വരെ മനുഷ്യർ പേവിഷബാധ മൂലം മരിക്കുന്നുവെന്നാണ്. ഈ മരണങ്ങളിൽ 36% ഇന്ത്യയിൽ നിന്നാണ്. അതായത് ഏകദേശം 18,000 മുതൽ 20,000 വരെ മനുഷ്യർ. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ മരണങ്ങളിൽ 30 മുതൽ 60% വരെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. കേരളത്തിൽ പോലും തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ രോഗം വലിയ ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. 2020 കേരളത്തിൽ 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 2024 ഇത് 28 ഉയർന്നു. ഈ കണക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ മരണങ്ങളെല്ലാം തന്നെ തടയാൻ കഴിയുന്നവയാണ്. ഈ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൃഗങ്ങളുടെ കടി, മാന്തൽ അല്ലെങ്കിൽ ഉമിനീർ വഴിയാണ്. ഒരു പേപ്പട്ടി കടിച്ചാൽ വൈറസ് മുറിവിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. പിന്നീട് അത് പതുക്കെ നാഡീവ്യൂഹത്തിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലേക്ക് എത്തുന്നു. തലച്ചോറിൻ്റെ ആവരണത്തിൽ വീക്കമുണ്ടാക്കുന്ന ഈ വൈറസ് എൻസഫലൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഒരിക്കൽ ഈ ലക്ഷണങ്ങൾ പ്രകടമായാൽ ചികിത്സ ഏതാണ്ട് തന്നെ അസാധ്യമാണ്. രോഗി മരണത്തിലേക്ക് നീങ്ങുന്നു. പലപ്പോഴും ദാരുണമായ വേദനയോടെ ഇത് കണ്ടു നിൽക്കേണ്ടി വരും. ഒരുപക്ഷെ മരിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ 2-3 ദിവസങ്ങൾ നമുക്ക് തള്ളി നീക്കേണ്ടി വരും. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ 2 ഘട്ടങ്ങളായാണ് പ്രകടമാകുന്നത്. ആദ്യഘട്ടം പ്രൊഡോമൽ എന്നറിയപ്പെടുന്നു. ഈ ഘട്ടത്തിൽ കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിലും മരവിപ്പും അനുഭവപ്പെടാം. രോഗി പനി, തലവേദന, തൊണ്ടവേദന, ക്ഷീണം, ഉത്കണ്ഠ, അസ്വസ്ഥത എന്നിവ അനുഭവിക്കുന്നു. ഈ ലക്ഷണങ്ങൾ 3-4 ദിവസം നീണ്ടു നിൽക്കാം. പലപ്പോഴും ഇത് ഒരു സാധാരണ പനിയോ അസുഖമോ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ ഇത് വൈറസിൻ്റെ ആദ്യ സൂചനയായാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ 2ാം ഘട്ടം ന്യൂറോളജിക്കൽ ഘട്ടമാണ്. വളരെ ഭയാനകമാണ് ഈ അവസ്ഥ. ഈ ഘട്ടത്തിൽ വൈറസ് തലച്ചോറിനെ ബാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വെള്ളത്തോടുള്ള ഭയമാണ്, അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ. വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ രോഗിയുടെ തൊണ്ടയിലെ പേശികൾ വലിയുന്നു. ഇതൊരു ഭയാനകമായ അനുഭവമാണ്. ഇതാണ് റാബിസിനെ ഹൈഡ്രോഫോബിയ എന്നും വിളിക്കാൻ കാരണം. രോഗി ശ്വാസതടസ്സം, ശരീരവിറയൽ, മാനസിക വിഭ്രാന്തി, ഉത്കണ്ഠ, മരണഭയം, ആക്രമണ മനോഭാവം, ശബ്ദവ്യത്യാസം എന്നിവ അനുഭവിക്കുന്നു. വായിൽ നിന്ന് നുരയും പതയും വരുന്നത് വെള്ളം കുടിക്കാൻ കഴിയാത്തതിനാൽ ഉമിനീർ അടിഞ്ഞുകൂടുന്നതിനാണ്. ഒടുവിൽ ശരീരം തളർന്ന് രോഗി പക്ഷാഘാതത്തിലേക്കും മരണത്തിലേക്കും നീങ്ങുന്നു. ഈ ലക്ഷണങ്ങൾ പ്രകടനമാകുന്നതിന് മുമ്പുള്ള ഇൻക്യുബേഷൻ കാലയളവ്, അതായത് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ലക്ഷണങ്ങൾ കാണിക്കുന്നതിനുള്ള സമയം 1 ആഴ്ച മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കാം. ശരാശരി 1 മുതൽ 3 മാസമാണ്. മുഖത്തോ വിരലുകളിലോ കടിയേറ്റാൽ വൈറസ് വേഗത്തിൽ തലച്ചോറിലെത്താൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ ഭാഗങ്ങൾ നാഡീനിബിഡമാണ്. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ മുറിവിനെ പോലും നിസ്സാരമായി കാണുന്നത് മാരകമായ തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 1985 ജൂലൈ 6 ഒരു പേപ്പട്ടിയുടെ കടിയേറ്റ 9 വയസ്സുകാരനായ ജോസഫ് മീസ്റ്റർ എന്ന കുട്ടിക്ക് ഈ വാക്സിൻ ആദ്യമായി നൽകി. ജോസഫിൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു. ഇത് ശാസ്ത്രലോകത്ത് ഒരു വലിയ നാഴികക്കല്ലായി. പാസ്റ്ററിൻ്റെ ഈ കണ്ടുപിടുത്തം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തുറന്നു. 1967 ഹ്യൂമൻ ഡിപ്ലോയിഡ് സെൽ വാക്സിൻ വികസിപ്പിച്ചെടുത്തു. ഈ വാക്സിൻ കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായിരുന്നു. 1979 മൃഗങ്ങൾക്കായുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആരംഭിച്ചു. 1984 വൈറോ റാബിസ് വാക്സിൻ VGR വന്നു. ഇത് ഇന്നും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ആധുനിക ആൻറ്റി റാബിസ് വാക്സിനുകൾ വളരെ സുരക്ഷിതമാണ്. ഗർഭിണികൾ, നവജാത ശിശുക്കൾ, പ്രായമായവർ എന്നിവർക്ക് പോലും ഇത് ഹാനികരമല്ല. പ്രൊഫൈലാക്സിസ് എന്നാണ് കടിയേറ്റ ശേഷം നൽകുന്ന ചികിത്സ അറിയപ്പെടുന്നത്. ഇതിൽ ആൻറ്റി റാബിസ് വാക്സിനും റാബിസ് ഇമ്മ്യൂണോഗ്ലോബിനും ഉൾപ്പെടുന്നു. വാക്സിൻ ശരീരത്തിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ സമയമെടുക്കുമ്പോൾ RIG ഉടനടി പ്രതിരോധം നൽകുന്നു. പേവിഷബാധ 100% തടയാൻ കഴിയുന്ന ഒരു രോഗമാണ്. എന്നാൽ അതിന് ജാഗ്രതയും അറിവും ആവശ്യമാണ്. ഒരു മൃഗം കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മുറിവ് 10 മുതൽ 15 മിനിറ്റ് വരെ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണ്. ഒരു പൈപ്പ് തുറന്നു വെച്ച് കഴുകിയാൽ മതി. ഇത് വൈറസിനെ 70% വരെ നശിപ്പിക്കും. ഉപ്പ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയവ മുറിവിലിടരുത്. കാരണം ഇത് വൈറസിൻ്റെ വ്യാപനത്തെ വേഗത്തിലാക്കും.
പിന്നീട് കടിയേറ്റ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസിൽ 0-3-7-28 ദിവസങ്ങളിൽ 0.1 ml വാക്സിൻ നൽകുന്നു. ഗുരുതരമായ മുറിവുകൾക്ക് RIG എന്ന വാക്സിൻ മുറിവിന് ചുറ്റും കുത്തിവെക്കുന്നു. മൃഗങ്ങളുമായി ഇടപഴകുന്നവർ, വെറ്റിനറി ഡോക്ടർമാർ, മൃഗസംരക്ഷകർ തുടങ്ങിയവർ മുൻകൂട്ടി പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കുന്നതാണ് നല്ലത്. ഇതിൽ 0-7-21 അല്ലെങ്കിൽ 28 ദിവസങ്ങളിൽ 3 ഡോസുകൾ നൽകുന്നു. വളർത്തുമൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നായ്ക്കൾക്കും പൂച്ചകൾക്കും 6 മാസം പ്രായമാകുമ്പോൾ ആദ്യ വാക്സിൻ നൽകണം. പിന്നീട് ഓരോ വർഷവും നൽകുക. തെരുവ് നായ്ക്കളുടെ വാക്സിനേഷനും ജനന നിയന്ത്രണവും നടപ്പിലാക്കിയാൽ 70% നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്നതിലൂടെ പേവിഷബാധ പൂർണ്ണമായും തടയാൻ കഴിയും. പേവിഷബാധയിൽ നിന്നും അതിജീവിച്ചവർ വളരെ അപൂർവമാണ്. ലക്ഷണങ്ങൾ പ്രകടമായാൽ മരണം ഏകദേശം ഉറപ്പാണ്. എന്നാൽ ചില അപൂർവ കേസുകൾ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. 2004 അമേരിക്കയിലെ വിസ്കോസിനിൽ 15 വയസ്സുകാരിയായ ജീന ഗീസ് എന്ന പെൺകുട്ടിക്ക് ഒരു വവ്വാലിന്റെ കടിയേറ്റു. 1 മാസത്തിന് ശേഷം അവൾക്ക് ഹൈഡ്രോഫോബിയ, വിറയൽ, മാനസിക വിഭ്രാന്തി തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമായി. ഡോക്ടർമാർ മിൽവാക്കി പ്രോട്ടോകോൾ എന്ന ഒരു പരീക്ഷണാത്മക ചികിത്സാരീതി പ്രയോഗിച്ചു. ജീനയെ കൃത്രിമമായ കോമയിലേക്ക് പ്രവേശിച്ചു. ആന്റിവൈറൽ മരുന്നുകളും ഇമ്മ്യൂണോഗ്ലോബുലിനും നൽകി. അത്ഭുതകരമായി ജീന അതിജീവിച്ചു. പേവിഷബാധയിൽ നിന്നും രക്ഷിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയായി. എന്നാൽ ഈ ചികിത്സ പിന്നീട് മറ്റു പലരിലും പരീക്ഷിച്ചെങ്കിലും സ്ഥിരമായി വിജയം നൽകിയില്ല. കേരളത്തിൽ പേവിഷബാധ ഒരു വലിയ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. 2024 28 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2020 5 മരണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ വലിയ സംഖ്യയാണ്. തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതും അവയ്ക്ക് വാക്സിനേഷൻ നൽകാത്തതും മാലിന്യ നിർമ്മാർജ്ജനത്തിലെ അപാകതകളും ഇതിന് കാരണങ്ങളാണ്. 2025 മലപ്പുറത്ത് സിയ ഫാരിസ് എന്ന 11 വയസ്സുകാരിയുടെ മരണം ഏറെ വിവാദമായി. വാക്സിൻ എടുത്തിട്ടും മുറിവിൻ്റെ പ്രാഥമിക ശുശ്രൂഷയിലെ പാളിച്ചകൾ കാരണം അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ സംഭവം കൃത്യമായ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. പേവിഷബാധയെ തടയാൻ ഏറ്റവും വലിയ ആയുധം അവബോധമാണ്. കുട്ടികളെ, പ്രത്യേകിച്ച് 15 വയസ്സ് താഴെയുള്ളവരെ ഈ രോഗത്തെക്കുറിച്ച് ബോധവത്കരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്കൂളുകളിൽ അവബോധ ക്ലാസുകൾ, മാധ്യമങ്ങൾ വഴിയുള്ള ക്യാമ്പയിനുകൾ, ഗ്രാമീണ മേഖലകളിൽ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ ഇതിന് സഹായിക്കും. 2030 ഇന്ത്യയെ പേവിഷബാധ വിമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. പേവിഷബാധ ഒരു മാരക രോഗമാണ്, പക്ഷേ അത് 100% തടയാൻ കഴിയും. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അറിവാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ്. ഒരു മൃഗം കടിച്ചാൽ മുറിവ് ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും കഴുകുക. വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് വാക്സിൻ എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ തീർച്ചയായും കഴിയും. ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ബോധവത്കരിക്കുക. നിങ്ങളുടെ ഒരു ലൈക്ക്, കമൻറ്റ് അല്ലെങ്കിൽ ഷെയർ ഒരു ജീവനെ രക്ഷിക്കാൻ ചിലപ്പോൾ സഹായിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.